ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോളേ നമുക്കൊന്നും വല്ലാത്തൊരു എട്ടിൻ്റെ പണി കിട്ടിയിരുന്നു കേട്ടോ. ഇന്നലെ കറണ്ട് പോയിൻ്റെ മുന്നേ തന്നെ കറണ്ട് പോണീൻ്റെ മുന്നേ തന്നെ എന്താണ് വെള്ളം കഴിഞ്ഞത്, വെള്ളം അടിക്കാൻ അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ പിന്നെ വെള്ളം കറണ്ട് വന്നിട്ട് അടിക്കുക വിചാരിച്ചിട്ട് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതാണ് മറന്നു. കറണ്ട് വന്നപ്പോൾ വെള്ളം അടിക്കാനും മറന്നു. രാവിലെ നീച്ച് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമല്ല. കുഞ്ഞാണിയൊക്കെ ആണെങ്കിൽ പൂക്കോടും പാടത്തേക്ക് പോയതാണ്, ഇറച്ചി വാങ്ങാൻ പോയതാണ്. കുഞ്ഞാണിയാക്കാൻ്റെ തുണക്കാർ രണ്ടാൾ വരുന്നുണ്ട്, ഇവിടെ കുട്ടികളെയും പെണ്ണിനൊക്കെ ഭാര്യമാരെയൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇത് ഇറച്ചി വെക്ക് ബീഫ് വരട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാണിയൊക്കെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് വെള്ളം കഴിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളമില്ലാത്ത ആ ഒരു ഇതിൽ തോട്ടുങ്ങന്ന് വന്ന് കഴുകാൻ വിചാരിച്ചു. ആദ്യമൊക്കെ തോട്ടും തന്നെയല്ലേ കഴുകിയത്. ഇപ്പോഴല്ലേ ഇപ്പോൾ അടുക്കളയിലൊക്കെ പ്ലംബിങ്ങൊക്കെ വന്ന് വെള്ളം വരാൻ തുടങ്ങിയത്. ആദ്യം തോട്ടിൽ തന്നെയല്ലേ കഴുകിയത്. എനിക്ക് തോട്ടിൽ പാത്രം കഴുകണമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ വെള്ളം എന്ന് പറയുന്നത് നല്ല വെള്ളമാണ്, അഴുക്കൊന്നുമില്ല വെള്ളമല്ല, പുഴയിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ്. പിന്നെ അങ്ങനത്തെ കച്ചറകളൊന്നും ഇതിലിപ്പോൾ കാണലില്ല, വരുന്നില്ല. ഏതായാലും ഇവിടെ തന്നെ കഴുകട്ടെ, ഞാൻ നല്ല വെള്ളത്തിൽ പിന്നെ ഒന്ന് കഴുകാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ ചോറ് ഊറ്റിവെച്ച ചെമ്പട്ടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പൂക്കോട് പാടത്ത് ഇറച്ചി വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഒരു മോരുകറി ഉണ്ടാക്കി ചോറ് വെച്ച് ഊറ്റി ഇറച്ചി കിട്ടിയാൽ വന്ന് മുറിച്ചിട്ട് കഴുകി അത് വെച്ചിട്ട് വേണം. അപ്പത്തിന് ഓരോ കുഞ്ഞാണ് ഞാൻ തുറന്നു, ഒരു ഉച്ചയാകുമ്പത്തിനൊന്നും വരില്ല, ഒരു വൈകുന്നേരത്തിനേക്കാരം വരിക എന്ന് പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് അഥവാ ഉച്ച സമയത്ത് വന്നാൽ നമ്മളിപ്പോൾ കുടുങ്ങണ്ടല്ലോ വിചാരിച്ചങ്ങാണ്ട് ഞാൻ വേഗം കുറച്ച് ചോറൊക്കെ വെച്ച് ഒരു മോരുകറിയൊക്കെ ഉണ്ടാക്കി പപ്പടമൊക്കെ കാച്ചി പിന്നീടിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇറച്ചി വരട്ടും കൂടി ചെയ്താൽ അത് റെഡിയാവും. നമ്മൾ മാത്രമുള്ള മാതിരിയല്ലല്ലോ, നമ്മളെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വരിക അറിയുമ്പോൾ നമ്മൾ മോശമാക്കാൻ പറ്റില്ലല്ലോ. സദാ ചോറാണ്, നെയ്ച്ചോറൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് കഴുകി പോവുകയാണ്. അപ്പത്തിന് കുഞ്ഞാണിയാക്ക വന്നിരിക്കണ്. ഞാൻ വേഗം ബീഫ് മുറിച്ചിങ്ങാണ്ട് കുഞ്ഞാണിയാക്കാനോട് ഇറങ്ങുകളും കൂടി ഒന്ന് കൂടി മുറിക്കാൻ കാരണം. അപ്പോൾ എന്നാൽ കുഞ്ഞാണിയൊക്കെ കത്തിയൊക്കെ കണക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് മുറിച്ചിട്ട് അത് ബീഫ് കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കണം. കാരണം നമ്മളെ ബീഫ് കറി കഴിച്ചിട്ട് ഒട്ടും അത് മോശമാണെന്ന് പറയുന്നത്, അടിപൊളിയാണെന്ന് പറയണ്ടേ. അപ്പം നല്ല സൂപ്പർ ബീഫ് കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. കുറഞ്ഞൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് കറി. അപ്പോൾ അതിന് നല്ലോണം കുറച്ച് ചെറിയുള്ളി വേണം കേട്ടോ, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിൻ്റെ വേണം, മല്ലിച്ചപ്പും വേണം. അത് രണ്ടും ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫ് വേഗം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗ്യാസുമ്മേ നിങ്ങൾക്ക് കുക്കറിലും കുക്ക് ചെയ്യാം. ഞാൻ ഏതായാലും വിറകടുപ്പത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് വിറകടുപ്പത്ത് പാചകം ചെയ്യണതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചേക്കുന്നത്. ചട്ടി ചൂടായിട്ട് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണൊന്നുമല്ല, നമുക്ക് ഈ ചെറിയുള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി വാടാനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ എന്ത് ചെയ്യണം, ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് ഒരു ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണം. മല്ലിപ്പൊടി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഞാൻ ഇതിലേക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ബീഫും കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതക്കാനുണ്ട്, കുറച്ച് സാധനങ്ങൾ ചതക്കാതെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായേക്ക് നമ്മൾ ഉലുവ അങ്ങോട്ട് ഇട്ട് ഉലുവ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടി 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 വെന്തിട്ടോ. വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ചെറിയുള്ളി കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നമ്മളെ ചെറിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഫുള്ളാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം വാട്ട. ഈ ചെറിയുള്ളി വാട്ടിങ്ങാണ്ട് ബീഫ് കറി ഇതപ്പം ഞാനിപ്പം പറയുന്ന മാതിരി കാണിച്ചു തരുന്ന മാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് അതിൻ്റെ ആ ഒരു ഗ്രേവി തൊട്ട് കൂട്ടിയാൽ മാത്രം മതി ബീഫിൻ്റെ ഒരു ടേസ്റ്റ്, ശരിക്കും ഒറിജിനൽ ബീഫ് വരട്ടിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ ചെറിയുള്ളി അത്യാവശ്യം ഒരു 200 ഉണ്ടാവും കേട്ടോ. ചെറിയുള്ളി 200 ഗ്രാമൊക്കെ ഉണ്ടാവും, അത്ര എടുത്ത്. പിന്നെ ഞാനിതിലേക്ക് തക്കാളിയും എന്താ പറയുക കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇട്ടു. പിന്നെ നമ്മളെ ചതച്ചതുണ്ടല്ലോ, കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൊണ്ട് ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് വഴറ്റുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. എന്നിട്ടാണ് നമ്മളെ മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഈ മസാലപ്പൊടി മുഴുവനും ഇതിലേക്ക് ഞാൻ 2 കിലോ ഇറച്ചിക്കുള്ള മസാലപ്പൊടി എടുത്ത് വെച്ചിക്കണ്. അതൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിതൊന്ന് ഇളക്കിയിട്ട് ബാക്കിയും കൊണ്ട് ഇടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ
മുഴുവൻ ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി. നമ്മളെ മസാലപ്പൊടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഗരം മസാല ഉണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഇത്രയും പൊടികളും പിന്നെ ഞാൻ കാണിച്ചു തന്ന സാധനങ്ങളൊക്കെ ചതച്ചതും വാട്ടിയതും ഒക്കെ ഇട്ട് ഇനി നമ്മളെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി പാകത്തിന് വെള്ളം ഒഴിച്ചാണ് വേവിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടല്ലോ നല്ല അടിപൊളിയാവും കേട്ടോ. ഈ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളെ പുതിയാപ്പിളാർക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കോണ്ടി. ഓരൊക്കെ പിന്നെയും വേണം പിന്നെ അത് മാത്രമല്ല ഈ അന്ന് ഉണ്ടാക്കിയ ബീഫില്ലേ അതേപോലെ ഉണ്ടാക്കിക്കൊണ്ടി അറിയും. അത്രയ്ക്ക് നമുക്ക് യൂട്യൂബിൽ വൈറലായിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടത്. ഞാൻ ഒരു വർഷം മുന്നേ ഈ ഒരു ബീഫ് കറി ഇതുപോലുള്ളത് ഞാനൊന്ന് നമ്മളെ യൂട്യൂബിൽ ഇട്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ 5-6 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. നല്ല കമൻറ്റ് താത്ത ഇങ്ങനെ ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഇങ്ങനെ അടച്ചങ്ങോട്ട് വേവിക്കുക. ഒരു ചാമ്പി കടന്ന് സാവധാനം അങ്ങനെ തീ കത്തി കടന്ന് വെന്ത് നമ്മളെ ബീഫ് റെഡി ആയിക്കൊണ്ട് കണ്ട ചെറിയൊരു ഗ്രേവി ഉണ്ട്. ഇനി ഒരു ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, പിന്നെ കുറച്ച് പൊറാട്ടയും പത്തിരിയൊക്കെ ഉണ്ടാക്കണത് കരുതുന്നുണ്ട്. അതിന് കുറച്ചെടുത്തുങ്ങാണ്ടി നാളികേരം വറുത്തരച്ചിട്ട് ചാറും ഉണ്ടാക്കുക, ബീഫ് വരട്ടണം കൊടുക്കുക. അതല്ല ഉച്ചാകുമ്പത്തിനാണ് വരുന്നിച്ചെങ്കിൽ അവർക്ക് ചോറും കൊടുക്കുക, മോര് കറിയും പപ്പടവും ബീഫ് വരട്ടും അങ്ങനെയും കൊടുക്കുക വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞ് നമുക്ക് തൂമിച്ചെടുക്കുക. ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയും ഇങ്ങോട്ട് മുരിങ്ങേനായിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഇറച്ചിക്ക് ഇതാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം നല്ല ഇളക്കി തട്ടിപ്പൊത്തിയാണ്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ബീഫ് വിളമ്പി കഴിച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ അങ്ങനെ ഇത് മൂപ്പിച്ചതിന് ശേഷം ബീഫിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കണേ. അപ്പോൾ കൂട്ടുകാരി നമ്മളെ ബീഫ് കറി അടിപൊളി തങ്കമണി വെളിമണി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എന്തായാലും നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും നിങ്ങളെ പുതിയാപ്പിളാർക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുപോലെ ബീഫുകൾ ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അപ്പം ഞാൻ കുറച്ച് പിന്നെ ഇരുമ്പമ്പുളി ഉണ്ടേനി, അത് വെയിലത്ത് വെച്ച് നല്ലൊരു വെയിലുണ്ടേനി, വെയിലത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂട് കട്ടിച്ച് വെച്ചതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇങ്ങനെ ഉണക്കിയ സാധനങ്ങളൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിലരയ്ക്കുമ്പോൾ ഒന്ന് ചൂട് കട്ടിച്ച് വെക്കും കേടുവരാതെക്കാൻ. അപ്പോൾ ഇരുമ്പമ്പുളി ഇന്നലെ ഞാൻ ഉണക്കമീനും ഈ പുളിയും ഇട്ടുകൊണ്ട് കറി വെച്ചിട്ടേ ചാറുണ്ടാക്കിയിട്ട് എന്ത് രസം ഉണ്ടായിരുന്നറിയാം. തളമീനും മാന്തളും 2 ഇട്ടുങ്ങാണ്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഇരുമ്പമ്പുളി ഉണക്കിയതൊക്കെ ഇട്ടിട്ട് ഞാൻ മീൻ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇരുമ്പമ്പുളി പറയണ ഈ ഓർക്കാപ്പുളി വീട്ടിലുണ്ടെങ്കിൽ ആരും കളയരുത് കേട്ടോ. ഉപ്പ് നല്ലോണം തിരുമ്പി വെയിലത്ത് വെച്ച് ഉണക്കി ഇങ്ങനെ ടിന്നിൽ സൂക്ഷിച്ചുകൊണ്ടിട്ടോ. നിങ്ങൾക്കത് എന്തായാലും പിന്നീട് ഉപയോഗിക്കാം. വാളംപുളി ഒന്നും ഇടണ്ട, ഈ പുളി തന്നെ ഇട്ടാൽ മതി. നല്ല ടേസ്റ്റ് ആവും. പിന്നെ കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് പുളി കാശ് കൊടുത്ത് വാങ്ങും വേണ്ട കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.